സക്സസ് മൈലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇത് ND ക്ലർക്ക് തമിഴ് മലയാളം നോയിങ്ങിന് വേണ്ടിയിട്ട് നടത്തുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതിൽ ആദ്യത്തെ 40 ക്വസ്റ്റ്യൻസ് തമിഴിലാണ് വരുന്നത്. അപ്പോൾ 41ാമത്തെ ക്വസ്റ്റ്യൻസ് മുതലാണ് നമ്മൾ നോക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നു. തെറ്റായ ജോഡികൾ ഏവ? തന്നിരിക്കുന്നു A ബെറിബറി, D റിക്കറ്റ്സ്, E വന്ധ്യത, B1 സ്കർവി. ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഏതാണ്? ഓപ്ഷൻ B ആണ് വരുന്നത്. 1, 4 എന്നിവ തെറ്റായിട്ടുള്ള ജോഡിയാണ്. ബെറിബറി ഏത് ജീവകത്തിന്റെ അഭാവം മൂലമാണ്? വിറ്റാമിൻ B1 അഭാവം മൂലമാണ് ബെറിബറി ഉണ്ടാകുന്നത്. അതുപോലെ സ്കർവി വിറ്റാമിൻ സിയുടെ അഭാവത്തിലാണ് ഉണ്ടാകുന്നത്. അടുത്ത ചോദ്യം, നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച സൗജന്യ ചികിത്സ നൽകുന്നതിനായി കേരള സാമൂഹിക മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? കാതോരമാണ്. കാതോരം. നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടുപിടിച്ച് സൗജന്യ ചികിത്സ നൽകുന്നതിനായിട്ട് കേരള സാമൂഹിക മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് കാതോരം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഹൃദയപേശിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഹൃദയപേശി ഇവിടെ തന്നിരിക്കുന്നത് കുറുകെ വരകൾ കാണപ്പെടുന്നു. സ്പിൻഡിൽ ആകൃതിയിലുള്ള കോശങ്ങൾ അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു, ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. ഹൃദയപേശിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 1ഉം 3ഉം. കുറുകെ വരകൾ കാണപ്പെടുന്നു, അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, ക്ലോറോ ഫ്ലൂറോ കാർബൺ, നൈട്രസ് ആസിഡ്. ഹരിതഗൃഹവാതകം അല്ലാത്തത് നൈട്രസ് ആസിഡ് ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ഉപകരണത്തിലാണ് വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ട് മാറുന്നത്? വൈദ്യുതോർജം എന്തോർജമായിട്ട് മാറുന്നു? യാന്ത്രികോർജമായിട്ട് മാറുന്നു. എവിടെയാണ്? വൈദ്യുത ഫാനിലാണ്. വൈദ്യുത ഫാൻ. താഴെ തന്നിരിക്കുന്ന 2 പ്രസ്താവനകളെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ ഏത്? ഭൗമോപരിതലത്തിൽ എല്ലായിടത്തും ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ഒരുപോലെയാണ്. ഒരു വസ്തുവിന്റെ ഭാരം ഭൂമധ്യരേഖ പ്രദേശത്തുള്ളതിനേക്കാൾ കൂടുതലാണ് ധ്രുവ പ്രദേശത്ത്. ശരിയായ ഓപ്ഷൻ ഏത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ D ആണ് ഉത്തരം. 1 തെറ്റും 2 ശരിയുമാണ്. ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്, 2 ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഒരു വസ്തുവിന്റെ ഭാരം ഭൂമധ്യരേഖ പ്രദേശത്തുള്ളതിനേക്കാൾ കൂടുതലാണ് ധ്രുവ പ്രദേശത്ത്. അടുത്ത ചോദ്യം, ഒരു കോൺവെക്സ് ലെൻസിന് മുന്നിൽ 10 സെന്റിമീറ്റർ അകലെ വസ്തു വെച്ചപ്പോൾ ലെൻസിൽ നിന്ന് 20 സെന്റിമീറ്റർ അകലെ യഥാർത്ഥ പ്രതിബിംബം ലഭിച്ചു. ഈ ലെൻസിന്റെ ഫോക്കസ് ദൂരം എത്ര? ഓപ്ഷൻ സി ആണ് ഉത്തരം. +8 സെന്റിമീറ്റർ. ഫുട്ബോളിന്റെ ആകൃതിയിലുള്ള കാർബണിന്റെ ഒരു രൂപാന്തരണമാണ്. ഫുട്ബോളിന്റെ ആകൃതി കാർബണിന്റെ രൂപാന്തരണമാണ് ഫുള്ളറിൻ. ഒരു മൂലകത്തിന്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം 3s2 3p5 ആണെങ്കിൽ 3s2 3p5 ആണെങ്കിൽ മൂലകത്തിന്റെ സംയോജകത എത്ര? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1. താഴെ തന്നിരിക്കുന്ന അയിരുകളിൽ ഒരു സൾഫൈഡ് അയിരിന് ഉദാഹരണമാണ് സിങ്ക് ബ്ലെൻഡ്. വിവേകോദയം മാസികയുടെ സ്ഥാപകൻ കുമാരനാശാൻ. വിവേകോദയം മാസികയുടെ സ്ഥാപകൻ ആരാണ്? കുമാരനാശാൻ. തൈക്കാട് അയ്യയുമായിട്ട് ബന്ധമില്ലാത്തത് ഏത്? തന്നിരിക്കുന്നു. തൈക്കാട് അയ്യാവിന്റെ പ്രധാന ശിഷ്യനായിരുന്നു ശ്രീനാരായണ ഗുരു. തൈക്കാട് അയ്യയുടെ യഥാർത്ഥ പേര് സുബ്ബരായൻ എന്നായിരുന്നു. സമത്വ സമാജം സ്ഥാപിച്ചു. ബന്ധമില്ലാത്തത് ഓപ്ഷൻ ബി ആണ്. 3. സമത്വ സമാജം സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠ സ്വാമികളാണ്.
അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതാണ്? ശ്രീലങ്കയാണ്. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്ക. എൻ്റെ ജീവിത സ്മരണകൾ എന്ന ആത്മകഥ എഴുതിയ സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ. എൻ്റെ ജീവിത സ്മരണകൾ. 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത വ്യക്തി. 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ പൽപ്പു ആണ്. ഡോക്ടർ പൽപ്പു. അടുത്ത ചോദ്യം, വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത്? തന്നിരിക്കുന്നു. അയ്യാവഴി എന്ന മതം വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ചു. തിരുവിതാംകൂർ ഭരണത്തെ നീചഭരണം എന്ന് വിശേഷിപ്പിച്ചു. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തി. വൈകുണ്ഠസ്വാമികളുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവ എല്ലാം. ഓപ്ഷൻ ഡി ഇവ എല്ലാം. അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷം. അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷം 1937 ആണ്. 1937. ഓരോ പള്ളിയോടൊപ്പം ഓരോ സ്കൂൾ എന്ന സമ്പ്രദായം കൊണ്ടുവന്നത്. ഓരോ പള്ളിയോടൊപ്പം ഓരോ സ്കൂൾ എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വി.ടി. ഭട്ടതിരിപ്പാടാണ്. വി.ടി. ഭട്ടതിരിപ്പാട്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രസിദ്ധീകരണം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രസിദ്ധീകരണം. തന്നിരിക്കുന്നത് ഐക്യ മുസ്ലിം സംഘം, സ്വദേശാഭിമാനി പത്രം, ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവ എല്ലാമാണ്. ഇവ എല്ലാം. ഇനി വരുന്നത് മലയാളം ചോദ്യങ്ങളാണ്. ശരിയായ പദം ഏത്? സമ്രാട്ട് എന്നതാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. സമ്രാട്ട്. മന്ദം എന്ന വാക്കിന്റെ വിപരീത പദം ഏത്? മന്ദം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ശീഘ്രം. ശരിയായ പദം ഏത്? ശരത്ചന്ദ്രൻ എന്നതാണ് വാക്ക്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ശരത്ചന്ദ്രൻ. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നതിന്റെ ഒറ്റപ്പദം ഏത്? ബുഭുക്ഷു. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ബുഭുക്ഷു. മുറ്റം എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തത് ഏത്? കൃപാണം. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്ന രൂപമേത്? അവസാനിപ്പിക്കുക. ഉമ്മാക്കി കാട്ടുക എന്ന ശൈലിയുടെ ശരിയായ വ്യാഖ്യാനം ഏത്? ഉമ്മാക്കി കാട്ടുക. ഓപ്ഷൻ എ ആണ്. യഥാർത്ഥമായ ഒന്ന് ഉണ്ടെന്ന തരത്തിൽ അവതരിപ്പിക്കുക. യഥാർത്ഥമായ ഒന്ന് ഉണ്ടെന്ന തരത്തിൽ അവതരിപ്പിക്കുക. ചിറ്റോളം പിരിച്ചെഴുതുക. ചിറ്റോളം. ഓപ്ഷൻ ഡി ആണ്. ചിറു പ്ലസ് ഓളം. ചിറു പ്ലസ് ഓളം. പ്രസാദം, പ്രാസാദം എന്നീ പദങ്ങളുടെ അർത്ഥം വരുന്നവ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. പ്രസാദം സന്തോഷം, പ്രാസാദം മാളികം. ഏകവചന രൂപം ഏത്? തന്നിരിക്കുന്നത് മിടുക്കർ, അധ്യാപകർ, ഭാഗവതർ, മനുഷ്യർ. ഓപ്ഷൻ സി ഭാഗവതർ. ബഹുവചന രൂപം ഏത്? തന്നിരിക്കുന്നത് ദ്രോണർ, വൈദ്യർ, മരക്കാർ, ഭൃത്യർ. ഓപ്ഷൻ ഡി ഭൃത്യർ. കല പ്ലസ് മതം ചേർത്തെഴുതുക. ഓപ്ഷൻ ബി കന്മതം. ഞാൻ ഒന്നും പഠിച്ചില്ല, ആ പരീക്ഷ ഞാൻ വിജയിച്ചു. ഈ വാക്യങ്ങൾ ചേർത്തെഴുതുമ്പോൾ ഉപയോഗിക്കാവുന്ന ശരിയായ ഘടകപദം ഏത്? ഓപ്ഷൻ ഡി ആണ്. എന്നിട്ട്. ഞാൻ ഒന്നും പഠിച്ചില്ല, എന്നിട്ടും ആ പരീക്ഷ ഞാൻ വിജയിച്ചു. ശരിയായ പദം ഏത്? ഉച്ഛ്വാസം. ഓപ്ഷൻ ബി ഉച്ഛ്വാസം. വ്യക്തിയെ സംബന്ധിച്ചത് ഒറ്റപ്പദം ഏത്? വൈയക്തികം. വൈയക്തികം. ഹി വുഡ് ഹാവ് കം ഇഫ് ഐ ഹാഡ് ഇൻവൈറ്റഡ് ഹിം എന്നതിൻ്റെ ശരിയായ പരിഭാഷ ഏത്? ഞാൻ ക്ഷണിച്ചിരുന്നെങ്കിൽ അവൻ വന്നേനെ. സ്ത്രീലിംഗ ശബ്ദം എഴുതുക. പ്രഭു. ഓപ്ഷൻ സി പ്രഭി. പുല്ലിംഗ ശബ്ദം എഴുതുക. ഏകാകിനി. ഓപ്ഷൻ ബി ഏകാകി. നന്നൂൽ പിരിച്ചെഴുതുക. നൽ പ്ലസ് നൂൽ. താഴെ പറയുന്നതിൽ ശരിയായ രൂപമേത്? പണ്ടുകാലത്ത് ശരിയായ രൂപം വരുന്നത് ഓപ്ഷൻ സി ആണ്. പണ്ടേ നിലവിലുള്ള ഐതിഹ്യങ്ങളെ പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ.
ഇനി വരുന്നത് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. ഹി ഈസ് ഡിപ്പെൻഡൻറ്റ് ഡാഷ് മീ. ഹി ഈസ് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ മീ. റൈറ്റ് ദ ആന്റോണിയം ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. Things that are cheap in summer are sometimes too dash in winter. ചീപ്പ് ആണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഡിയർ. പ്രീത ഡാഷ് വിത്ത് ആൻ ആക്സിഡന്റ് ലാസ്റ്റ് വീക്ക്. മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് ലാസ്റ്റ് വീക്ക്. രമ ആസ് വെൽ ആസ് മോഹൻ ഡാഷ് പാസ്ഡ് ദ എക്സാം. Has passed the exam. Choose the right option to change into indirect speech. He said to me, I finished the work yesterday itself. Options B ആണ് ഉത്തരം. He said to me that he had finished the work the previous day itself. Choose the correct meaning for the idiom underlined. His blood ran cold when he heard that his friend was murdered. Idiom തന്നിരിക്കുന്നത് blood ran cold. He was horrified. It is not good to smoke that cigarette before dash meal. It is not good to smoke a cigarette before the meal. I would go and meet him if he dash me. I would go and meet him if he invited me. Change the following sentence into assertive sentence. Can you lift the heavy luggage? I can lift the heavy luggage. Add appropriate question tag. Let us have a cup of tea. Shall we? Change the voice. Cats catch mice. Mice are caught by cats. Change the following sentence into superlative degree. Malacca is an old town in Malaysia. Malacca is the oldest town in Malaysia. Sparrows twitter. Elephants trumpet. Bitter, bitterness. Reject, rejection. Choose the correct spelling. Perseverance. Option B. Perseverance. Duck, duchess, bachelor, spinster. Irfan was dash in a village in Bihar. Brought up. Irfan was brought up in a village in Bihar. Choose one word for the phrase underlined. The people who were watching cheered loudly. Underline ചെയ്തിരിക്കുന്നത് who were watching. Spectators. 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 Find one word for the following. A building with a furnace for cremating dead bodies. Crematorium. Ex gratia means payment made out of generosity. അടുത്ത ക്ലാസ്സിൽ കാണാം. Thank you.